അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൗദക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത ഉസ്താദ്, ആ ഉസ്താദ് ശരിക്കും എന്തൊക്കെയോ ആലോചിച്ച് പോവുകയാണ്. തൻ്റെ വല്യമ്മ പറഞ്ഞ കഥയൊക്കെ. പഠിച്ചോനെ, അതും ഈ പള്ളിയിൽ ഒരു പെണ്ണിങ്ങനെ തനിച്ച് ഒറ്റക്കായിട്ട് എന്തായിരിക്കും ഓളിവിടെ വന്നിക്കണിൻ്റെ അർത്ഥം? എവിടുന്ന് വരെയായിരിക്കും? ഉസ്താദിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഉസ്താദ് വിചാരിച്ചത്, തൻ്റെ വല്യമ്മ പറഞ്ഞ കഥയിൽ ജിന്നുകൾക്കാണെങ്കിൽ കുട്ടിയെ കാലിൻ്റെ മടമ്പ് മുന്നിക്കായിരിക്കും. ഓരങ്ങനെയാണ് തിരിച്ചറിയാം. മനുഷ്യന്മാരത് വിരലുകളൊക്കെ മുമ്പുക്കും, ജിന്നുകളത് ബാക്കിക്കും ആയിരിക്കും. അവരെ കണ്ടാൽ നമ്മൾ അങ്ങനെയാണ് തിരിച്ചറിയാം. പിന്നെ എല്ലാവരും ഉള്ളപ്പോഴൊന്നും നമ്മളൊക്കെ കാണൂല, ആരാരും ഇല്ലാത്ത സമയത്തൊക്കെ കാണുള്ളൂ. മുച്ചന്തി മോന്തിക്കും അതുപോലെ നേരം കിട്ട നേരത്തൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല കുട്ടിയെ. അതൊക്കെ ഒരു കാലം. എൻ്റെ ഉപ്പാപ്പയൊക്കെ ഉള്ള കാലത്ത് എപ്പോഴും പറയായിരുന്നു അവരൊക്കെ ജിന്നിനെ കണ്ട കഥ. അല്ലാ, ഇപ്പം പിന്നെ വെളിച്ചം വെട്ടൊക്കെ ആയില്ലേ, പഴയ പോലെ ഒന്നല്ലല്ലോ. പഴയ കാലത്ത് വെളിച്ചമില്ല വെട്ടുമില്ല ഒന്നുമില്ല. ആ ഒരു മണ്ണെണ്ണ വിളക്കിൽ അങ്ങനെയായിരുന്നല്ലോ. അതങ്ങോട്ടൊരു കാറ്റടിച്ചാൽ അത് കെട്ടും ചെയ്തു. പിന്നെ ജിന്നോ ഇൻസോ ആരൊക്കെ വരുന്നത് ആർക്കറിയാം. ഒരു കാലത്ത് അങ്ങനെയൊക്കെയായിരുന്നു. എന്നാൽ പള്ളിയിലെ ഉസ്താദ് അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ശരിക്കും സൗദിയുടെ അടുത്തേക്ക് അദ്ദേഹത്തിന് നടന്നു പോകുവാൻ ചെറിയൊരു ഭയം ഉള്ളതുപോലെ. എന്താ ഇത്, ഈ റമദാൻ മാസത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതൊരു മനുഷ്യപ്പെണ്ണ് തന്നെയായിരിക്കും. അപ്പോഴാണ് വല്യമ്മ പറഞ്ഞ ആ ഒരു കഥ അവൻ ഓർത്തത്. മലപ്പുറത്തിൻ്റെ അതിരുകളിലൊരിടത്ത് ഒരു പഴയൊരു പള്ളി ഉണ്ടായിരുന്നു അത്രേ. പള്ളിയുടെ പക്കൽ നീണ്ടു നിൽക്കുന്ന പള്ളിക്കാട്, പഴയ ഖബറുകൾ, വാടിയ പുല്ലുകൾ, പൊളിഞ്ഞ മണ്ണുകൾ, കാറ്റിൽ ചലിക്കുന്ന തെങ്ങോലകൾ. സന്ധ്യയായി കഴിഞ്ഞാൽ ആ വഴിയിലൂടെ ആരും നടക്കാറില്ല. ആ ഗ്രാമത്തിൽ ചെറുപ്പക്കാരനായ നസീർ താമസിച്ചിരുന്നു. ധൈര്യശാലിയാണ്, നാട്ടുകാർ പറയും. പക്ഷേ അവൻ്റെ ഉമ്മാക്കൊരു ഭയം. മോനെ, മഗ്‌രിബ് കഴിഞ്ഞാൽ പള്ളിക്കാട് വഴി പോവരുത് കേട്ടോ. അവൻ ചിരിക്കും. എന്താ ഉമ്മ, ഈ ഭൂമിയിൽ ജിന്നും ഭൂതും ഒന്നുമില്ല. എന്നാൽ അവൻ്റെ ഉപ്പാപ്പ പറഞ്ഞ കഥ അവൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ലായിരുന്നു. പള്ളിക്കാട്ടിലെ ഒരു പെൺജിന്നുണ്ട് എന്ന്. അവൾ മനുഷ്യരോട് ദോഷമൊന്നും ചെയ്യൂല, പക്ഷെ അവൾക്ക് ഒരാളോടൊരു വേദനയുണ്ട്. ഒരുപാട് വർഷങ്ങളുള്ള പഴമയുള്ളൊരു ദുഃഖം. മോനെ, എനിക്കെന്താ പേടിയുണ്ടോ? ഇല്ല വല്യമ്മ, നിങ്ങൾ പറയ്. ഉസ്താദ് ഓർക്കുകയാണ്. 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ആ സ്ഥലത്ത് വലിയൊരു വീടുണ്ടായിരുന്നു. വീട്ടുടമ ഹബീബാജിയായിരുന്നു. ധനത്തിലും ബലത്തിലും ബഹുമാനത്തിലും എല്ലാം മൂപ്പര് മുന്നിലായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു അവർക്ക്. അവൻ്റെ വീട്ടിലെ ഫാത്തിമ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സുന്ദരിയായൊരു പെൺകുട്ടിയായിരുന്നു, നന്മയുള്ള ഹൃദയം. എന്നാൽ അവൾക്ക് ഒരു തരം രഹസ്യം ഉണ്ടായിരുന്നു. ഉസ്താദ് ശരിക്കും ഉമ്മാമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നു. എന്താ? മോനെ, ഫാത്തിമക്ക് എന്താ രഹസ്യം എനിക്കറിയോ? രാത്രിയിൽ പള്ളിക്കാട്ടിക്ക് പോവും. ശരിക്കും അതെല്ലാം ഓർത്തപ്പോൾ ഉസ്താദ് തൻ്റെ മുമ്പിൽ അവിടെ ഇരിക്കുന്ന ആ ഒരു പെണ്ണിനെ ഓർത്തു. സൗദ. പഠിച്ചോനെ, ഇതിപ്പോൾ പള്ളിക്കാട്ടിലേക്ക് എങ്ങാനും വന്ന ജിന്നായിരിക്കുമോ? ഫാത്തിമ രാത്രിയിൽ പള്ളിക്കാട്ടിക്ക് പോവും മോനെ. എന്തിനും പള്ളിക്കാട്ട് പോകുന്നത്? അവിടെ ഖബറുകളിടയിൽ ഓള് പോയിരിക്കും. ആകാശത്തേക്ക് നോക്കിയിട്ട് എന്തൊക്കെയോ പറയും. നട്ടപ്പാതിരാക്കാണ് ആ പെണ്ണ് ഇറങ്ങാറുള്ളത് പള്ളിക്കാട്ടിലേക്ക്. പിന്നെ ഇതൊന്നും പതിവായിരുന്നു, ആരും കാണാതെ പള്ളിക്കാട്ട് പോയിരിക്കുക. ഇതിപ്പോൾ ഇവർ വന്നിട്ട് ഇന്നലെ വന്നതാണ്, ഇന്നും പോയിട്ടൊന്നുമില്ല. ശരിക്കും ഉസ്താദിന് എന്തൊക്കെയോ തോന്നി. അപ്പോഴാണ് ഉമ്മമ്മ പറഞ്ഞ കഥ വീണ്ടും ഓർത്തത്. ഞാൻ ചോദിച്ചിരുന്നു, അല്ല വല്യമ്മ, അപ്പോൾ വീട്ടിൽ ആരുമില്ലേ അവരെ? പിന്നെ വലിയ പണക്കാരൊക്കെ അല്ലേ. ഒരു ദിവസേ ഓളെ സഹോദരന് അത് കണ്ടു. അവിടേക്ക് ചെന്നു. ഫാത്തിമ, ഈ എന്തേ ചെയ്യണത്? ഒരു ദിവസം കണ്ടപ്പോൾ രണ്ടാമത്തെ ദിവസം പിന്തുടർന്നപ്പോൾ ഇവളിത് എങ്ങോട്ട് പോണു വിചാരിച്ച് നോക്കിയതാ. അപ്പോൾ നോക്കിയപ്പോൾ പള്ളിക്കാട്ടിലേക്കാണ് പോകുന്നത്. ഫാത്തിമ, ഈ എന്ത് ചെയ്യണേ? എവിടേക്കാണ് പോണത്? ഫാത്തിമ
അത് കേട്ട് ഓൻ്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. അപ്പുണ്ടല്ലോ ഓളെ മുഖത്തൊക്കെ ആകപ്പാടൊരു പ്രകാശം. ഞാൻ ഒറ്റക്കല്ല, അതാണ് അവൾ പറഞ്ഞത്. അവളുടെ കണ്ണുകൾ മറ്റൊരിടത്തേക്ക് തിരിയുകയാണ്. കാറ്റ് പെട്ടെന്ന് ശക്തമായി അങ്ങോട്ട് വീശി. മരങ്ങൾ ശബ്ദിച്ചു. എന്നാൽ അവളുടെ ആങ്ങൾക്ക് അതൊക്കെ കണ്ടപ്പോൾ മനസ്സിനുള്ളിൽ ചെറിയൊരു ഭയം. പഠിച്ചവൻ ഇതിൻ്റെ പെങ്ങൾ തന്നെയല്ലേ, പെങ്ങളെ പിന്നാലല്ലേ അങ്ങോട്ട് വന്നത്, പെങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടാണല്ലോ. എന്താ ഈ പെണ്ണിൻ്റെ മുഖത്തൊക്കെ നോക്കിയപ്പോൾ തന്നെ ഒരു പേടി തോന്നല്ലോ. എനിക്ക് ആങ്ങൾക്ക് അങ്ങനെ ഒരു ഭയം തോന്നി. ആ പിന്നെയാണ് അറിഞ്ഞത്. എന്ത് ഉമ്മമ്മ, അതെന്തായിരുന്നു? ആ പെണ്ണ് ഒരാളെ കാണാൻ വന്നതായിരുന്നു ഖബറിടത്തിലേക്ക്. ഓൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു അത്രേ. പ്രണയോ? മരിച്ചോലോടോ? അങ്ങനല്ല, അതെ, പ്രണയന് മനുഷ്യനോടല്ലായിരുന്നല്ലോ ഓൾക്ക് പ്രണയം, ജിന്നിനോടായിരുന്നു എന്ന്. ആ ജിന്ന് മനുഷ്യരൂപം എടുക്കും. പേര് യാസിർ എന്നായിരുന്നു. അവർ പള്ളിക്കാട്ടിൽ വരും, കാണും, സംസാരിക്കും. അങ്ങനെയായിരുന്നു. എന്നാൽ ഇത് പതുക്കെ പതിയെ ആ നാട്ടിലുള്ളവരൊക്കെ അറിയാൻ തുടങ്ങി. ഗ്രാമം അറിഞ്ഞപ്പോഴേ അവരതിനെ അനുവദിച്ചില്ല. നോ, പെണ്ണുങ്ങളിങ്ങനെ പള്ളിക്കാട്ടിലേക്ക് രാത്രി പോകാൻ പാടില്ല. ഒരു രാത്രിയിൽ അങ്ങനെ ഈ ഗ്രാമത്തിലുള്ളവരൊക്കെ എതിർത്തിരുന്നല്ലോ ഈ കുട്ടിയെ പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട്. ഗ്രാമക്കാർ ഫാത്തിമയെ ഒരു ദിവസം പള്ളിക്കാട്ടിൽ നിന്ന് പിടിച്ചു. എന്നും ഓൾക്ക് ഇതാണ് പതിവ്. എല്ലാവരും ഒന്ന് അടങ്ങിയ ശേഷം പെണ്ണ് രാത്രി ആ പള്ളിക്കാട്ട് കറങ്ങും. ഇവിടെ നിൽക്കുന്ന അത്ര ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവളെ വീട്ടിലിട്ട് പൂട്ടി. ഒരിക്കലും ഇവളെ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ. എന്നാൽ അവൾ കരയായിരുന്നു ചെയ്തത്. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാസിർ നീ വരണം. അത് യാസിർ ഒരു ജിന്നായിരുന്നു. അന്ന് രാത്രി വലിയൊരു കൊടുങ്കാറ്റ്, ഇടിയും മഴയും മിന്നലും, പള്ളിക്കാട്ടിലാകപ്പാടെ ഒരു പ്രകാശം. എന്നാലേ അടുത്ത ദിവസം ഫാത്തിമാനാരും കണ്ടില്ല. വീടിൻ്റെ വാതിലടഞ്ഞതുപോലെ തന്നെ അവളെ കാണാനില്ലാതായി. അതിനിടയ്ക്ക് പല ഉസ്താമാരൊക്കെ കൊണ്ടുവന്ന് നോക്കിയപ്പോഴേ പറഞ്ഞു, ജിന്നും മനുഷ്യന്മാരും തമ്മിൽ പ്രണയിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളത്. എന്നാലും ഫാത്തിമ അവിടെ ഇല്ലായിരുന്നു. ഫാത്തിമാനെ കാണാനുമില്ല. വീട് പൂട്ടിട്ട പോലെ തന്നെയാണ് ആ റൂം. എന്താണ് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോഴും പറയുന്ന എല്ലാവരും ഫാത്തിമ ആ പള്ളിക്കാട്ടിലുണ്ടാവും ജിന്നായിട്ട്. ആ വല്യമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് പള്ളിയിലേക്ക് പോകാൻ തന്നെ പേടി തോന്നി. പഠിച്ചോനെ, ദർസിൽ കൊണ്ടാക്കിയ സമയത്ത് ആണ് അങ്ങനൊരു കഥ അതും ചെറുപ്പത്തിൽ കേട്ടിരുന്നത്. അന്ന് വല്യമ്മ പറഞ്ഞ കഥ ആലോചിച്ച് നോക്കുമ്പോൾ പള്ളിക്കാട്ടിലേക്ക് നോക്കുമ്പോൾ റബ്ബേ, അവിടെ എങ്ങാനും ഫാത്തിമ നിൽക്കുന്നുണ്ടോ എന്നൊരു തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട് പലതവണ. പക്ഷേ ഇന്ന് വരെ അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ കാണുന്നത് എപ്പോഴാണ് പള്ളിൻ്റെ സൈഡിലായിട്ട് ഒരു പെണ്ണ് നിസ്കരിക്കുന്നത്. പഠിച്ചോനെ, അതിന് ഫാത്തിമ ആയിരിക്കുമോ? എനിക്കറിയുന്നില്ല. ശരിക്കും മനസ്സിനുള്ളിൽ ചെറിയൊരു പേടിയുണ്ട്. അതെ ഉസ്താദിന്. എങ്കിലും ധൈര്യം സ്തംഭിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് നടന്നു. ഭക്ഷണം കഴിച്ചില്ലേ? ഇതാ എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മുസല്ല എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇതാ, ഇതിൽ നിസ്കരിച്ചോളൂ. അല്ലാതെ പിന്നെ രാത്രി ഇവിടെ അങ്ങനെ കിടക്കാൻ പാടില്ല കേട്ടോ. ഈ രാത്രിയിൽ ഇവിടെ കിടന്നാൽ അപകടമാണ്. ഇവിടെ പല ആളുകൾ ഇതുവഴി പോകുന്നതാണ്. പിന്നെ ഒരിക്കൽ പോലും നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയുമല്ല. ദയനീയമായി സൗദ അയാളുടെ മുഖത്തേക്ക് നോക്കി. സത്യം പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ പേരെന്താണ്? ഫാത്തിമ എന്ന പേര് കേൾക്കുമോ എന്നുള്ള ഭയം ഉസ്താദിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം അത് മറച്ചു പിടിച്ചുകൊണ്ട് ആ പേടി പുറത്ത് കാണിക്കാതെ അവരോട് ചോദിച്ചു. അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, എൻ്റെ പേര് സൗദ. ഹോ, അത് കേട്ടപ്പോൾ ഉസ്താദിന് അല്പം ആശ്വാസം തോന്നി. എന്തായാലും ഫാത്തിമയല്ല. അന്ന് കാണാതായ ഫാത്തിമ എങ്ങാനും ഇവിടെ പൊങ്ങിയോ എന്ന് ഞാൻ വിചാരിച്ചു. റബ്ബേ, ഈ ഉമ്മ ഓരോ കഥയൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് മനസ്സിലൊരു പേടിയാണ്. അല്ലെങ്കിൽ പണ്ടത്തെ കഥ കേൾക്കുമ്പോൾ വല്ലാത്ത പേടിയാണ്. ഇപ്പം അതിനൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല. പക്ഷേ
ആ കഥ വെച്ച് നോക്കുമ്പോൾ പള്ളിയിൽ കാണാതായിപ്പോയ പെണ്ണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ ഈ പള്ളിയിൽ പൊങ്ങുകയും ചെയ്തു. അങ്ങനെയൊക്കെ തോന്നി. അസ്തഗ്ഫിറുല്ലാ. നേരെ അതാ ഉസ്താദ് അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ശരിയല്ല. നിങ്ങളിപ്പോൾ എങ്ങനെ ഇവിടെ എത്തിയത്? ആരെ അന്വേഷിച്ചാണ് വന്നത്? ഞാൻ അവൾ പറഞ്ഞില്ല അതൊന്നും. എനിക്ക് എൻ്റെ പിതാവുണ്ട് ഈ കോയമ്പത്തൂരിൽ. എവിടെ അഡ്രസ്സ്? അതൊന്നും അറിയില്ല. പേര് പറഞ്ഞു, അത് മാത്രം. അല്ലാതെ അഡ്രസ്സും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. എന്നാൽ സൗദ വിചാരിക്കുകയാണ്, റബ്ബേ ഇവിടെ ഇനിയും നിന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞല്ലോ രാത്രി ഇവിടെ അത്ര നല്ലതല്ല, ഇവിടെ നിൽക്കരുതെന്ന്. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അത് ആ ഉസ്താദ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടെ നാണം കെടും. കാരണം ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്ന പെണ്ണാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു രീതിയിലുള്ള സപ്പോർട്ടും ഉണ്ടാവില്ല. ഇവർ ഉസ്താദുമാരെന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും. അവരുടെ മുമ്പിലൊക്കെ ഭർത്താവിനൊക്കെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു, അവർ വേറൊരു കണ്ണുകൊണ്ടായിരിക്കും എന്നെ എടുക്കുക. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ റബ്ബേ. അവൾ ആ കൊച്ചു പള്ളിയിലേക്ക് നോക്കിയിരുന്നു. ഉസ്താദ് പറഞ്ഞു, ഇവിടെ രാത്രി തങ്ങുന്നതൊരിക്കലും നല്ലതല്ല എന്ന്. ഈ പുറത്തിവിടെ കിടക്കാനും പാടില്ല. ശരിയാണ്. തലേന്ന് രാത്രി ഉണ്ടായ ആ അനുഭവം അവൾ ഓർത്തു. അതെ, തന്നെ ആളുകൾ തന്നെ നോക്കി എന്തൊക്കെയോ പറയുന്നത്. ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇവിടെ ഇനിയും നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷേ. അവൾ ഭയന്നു. അന്ന് നേരം വെളിച്ചം വെച്ചപ്പോൾ അവൾ ചിലത് തീരുമാനിച്ചു. അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറണം എന്നുള്ളത്. ഒരുപക്ഷെ എൻ്റെ പിതാവ്, അത് എൻ്റെ പിതാവിനെ അന്വേഷിച്ച് വന്ന എനിക്കിപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. എല്ലാം നഷ്ടപ്പെട്ട പോലെയാണ് എൻ്റെ അവസ്ഥ. അവൾ തൻ്റെ വയറ്റിൽ കിടന്നിരുന്ന കുഞ്ഞിനെ ഓർത്തു. റബ്ബേ, എൻ്റെ കുഞ്ഞെനിക്ക് നഷ്ടപ്പെട്ടു. നവാസ്ക എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ നവാസ്ക. ഞാനായിട്ട് തന്നെ അദ്ദേഹത്തെ വേണ്ടെന്ന് വെച്ചു. ഇറങ്ങിപ്പോയി എൻ്റെ വീട്ടിൽ നിന്ന്. വാശി പിടിച്ചു. എന്താ ചെയ്യാം? സാരല്ല. നവാസ്ക എനിക്ക് തന്ന അനുഗ്രഹങ്ങളൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. അവൾ പുത്തൻ വീട് തറവാട്ടിനെ കുറിച്ച് വിചാരിച്ചു. അത് തൻ്റെ പ്രിയപ്പെട്ട ഐഷമ്മ പാവമായിരുന്നു. അവർ എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പക്ഷേ ഞാനായിട്ട് തന്നെ പാവം. അതെല്ലാം അവൾ ഓർത്തു. എന്നാൽ പെട്ടെന്ന് ഉസ്താദ് അങ്ങോട്ട് വരുന്നു. അത് സൗദ, ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. നിങ്ങൾ മറ്റൊരിടത്തേക്ക് മാറണം. കാരണം ഇനിയിപ്പോൾ വെയിൽ ചൂട് കൂടി വരികയാണ്. ഈ ഒരു സമയത്ത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളാകെ പൊരിഞ്ഞു പോകും. തൽക്കാലം പള്ളിയുടെ പിന്നിലായിട്ട് ഒരു റൂമുണ്ട്. ആ റൂമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ താമസിക്കാം. ഞാൻ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്. എന്നാൽ ഇത് പിൻഭാഗത്തായിട്ടാണ്. കുഴപ്പമില്ല. ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ പള്ളിയിലേക്ക് വഴിതെറ്റിയൊക്കെ വന്ന് പോകാൻ കഴിയാത്ത അവസ്ഥയാകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന റൂമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റൂമിൽ താമസിക്കാം തൽക്കാലം. ഞാൻ ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ ആയാലും ഇങ്ങോട്ട് എത്തും. അതിൽ നിന്ന് ഭക്ഷണവും തരാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. വരൂ. ശരിക്കും ഉസ്താദിൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ അവൾക്ക് അല്പം ആശ്വാസം തോന്നി. എങ്കിലും അവൾക്കല്പം ഭയവും. ഉപ്പയെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള രീതിയിൽ. എന്നാൽ ആ ഉസ്താദിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അല്പം കരുണയുള്ളതായിട്ട് തോന്നി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് അത് തൻ്റെ സേഫ്റ്റി അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നൊരു തോന്നലും സൗദക്ക് തോന്നിപ്പോയി. തന്നെ സംരക്ഷിക്കുവാനുള്ള ആളാണ് ഇദ്ദേഹം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് അവൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. റബ്ബേ, ഈ പള്ളിയിൽ എനിക്ക് സംരക്ഷണം തരികയോ? ഉസ്താദ് അത് പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് അത് തലേ രാത്രിയിലെ സംഭവങ്ങൾ ഓർമ്മ വന്നു. തന്നെ ഇന്ന് പിടിച്ചു വലിച്ച് ഏതൊരു പഞ്ചവർണ്ണ നക്ഷത്ര ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. അവരെല്ലാവരും കൂടി എന്നെ നശിപ്പിക്കും എന്നുള്ള ഭയം സൗദയിലുണ്ടായത് കൊണ്ട് തന്നെ ഉസ്താദ് പറഞ്ഞ ആ സ്ഥലത്തേക്ക്, സൗദ ഇങ്ങോട്ട് വരൂ, അദ്ദേഹം വീണ്ടും വിളിക്കുകയാണ്. അങ്ങനെ അവൾ പതുക്കെ പതുക്കെ തൻ്റെ ബാഗും എടുത്ത് നടന്നു. അതാ അവിടെയാണ് കേട്ടോ ആ റൂം. അവിടെ നിങ്ങൾ താമസിച്ചോളൂ. ഇൻഷാ അല്ലാഹ്
നമുക്കെല്ലാം ഉപ്പയൊക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് പോകാം. അതുവരേക്കും നിങ്ങളെ സേഫ്റ്റി ഇല്ലാതെ ഇവിടെ വിടുന്നത് ശരിയല്ല. രാത്രിയൊക്കെ ഇവിടെ മോശമാണ്, നല്ല കരുതൽ വേണം. അതുകൊണ്ട് എന്തായാലും അവിടെ കിടന്നോളി എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചു റൂം കാണിച്ചു കൊടുത്തു. അവൾ അതിനകത്തേക്ക് പതുക്കെ കയറി. കോയമ്പത്തൂരിലെ ആ ചെറിയ പള്ളി ഭംഗിയുള്ളതായിരുന്നു, ചെറുതാണെങ്കിലും. പക്ഷേ അതിനൊരു ശാന്തതയുണ്ടായിരുന്നു. അതെ, മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു ലാളിത്യം അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇടയ്ക്കിടെ ഉയർന്നു കേൾക്കുന്ന ഉസ്താദിൻ്റെ ഖുർആൻ പാരായണം. എന്നാൽ അവൾ തൻ്റെ റൂമിലേക്ക് കടക്കുമ്പോൾ പള്ളിയുടെ അകത്തെ സൗകര്യങ്ങളിലേക്ക് ഒന്ന് നോക്കിപ്പോയി. അതെ, നമസ്കാര ഹാൾ ഒന്നറിയാതെ അവൾ കണ്ടു. നീളമുള്ള ഒരു ചതുരാകൃതിയിലുള്ള ഹാള്. നിലത്ത് പച്ചയും ചുവപ്പും കലർന്ന പായകൾ നിരത്തി വച്ചിരിക്കുന്നു. എന്നാൽ ചില ഭാഗങ്ങൾ പഴകിയെങ്കിലും വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. മുൻവശത്ത് ലളിതമായ ഒരു മെഹ്റാബ്, കിബില ദിശ സൂചിപ്പിക്കുന്ന ചെറിയ വളവുള്ള ഭാഗം, മിമ്പർ 3 പടിയുള്ള ഒരു മരക്കെട്ടാണ്. മതിലിനോട് ചേർന്ന് ചെറിയ മരത്തിൻ്റെ ഷെൽഫുകൾ, അതിൽ വിവിധ വലിപ്പമുള്ള ഖുർആൻ കിതാബുകൾ, യാസീൻ ഏടുകൾ, ദുആ പുസ്തകങ്ങൾ. ചിലത് പഴകിയ കവർ, പക്ഷെ ഓരോന്നിനെയും കരുതലോടെ പൊതിഞ്ഞിരിക്കുന്നു. വളരെയധികം വൃത്തിയും വെടുപ്പുമുള്ള കൊച്ചു പള്ളി, കാണാൻ നല്ല ഭംഗിയുള്ള പള്ളി. എന്നാൽ മേൽക്കൂരയിൽ 2 പഴയ ഫാനുകളുണ്ട്. ചുവരുകളിൽ തുറന്ന ജനാലകൾക്ക് ഇരുമ്പിൻ്റെ ഗ്രില്ലാണ് ഇട്ടിരിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ പ്രകാശം മൃദുവായി അകത്ത് കിടക്കുമ്പോൾ ഹാൾ ശാന്തമാകുന്ന രീതിയിൽ രാത്രി വെളിച്ചത്തിന് 2 ട്യൂബ് ലൈറ്റുകളും ഉണ്ട്. ഉളൂഹെടുക്കുവാനുള്ള സൗകര്യം പള്ളിയുടെ ഒരു വശത്ത് സിമൻറ്റ് പൈപ്പുകളും കുഴലുകളും ഒരു നീണ്ട ബെഞ്ച് പോലെ നിർമ്മിച്ചിരിക്കുന്നു. തണുത്ത വെള്ളം, അതിൻ്റെ അടുത്ത് ചെറിയൊരു ടാങ്ക്. അതിനെല്ലാം വളരെയധികം മനോഹരമായി അവൾക്ക് തോന്നി. ഒറ്റ നോട്ടത്തിൽ അതൊക്കെ അങ്ങ് മനസ്സിലാക്കി. എന്നാൽ തനിക്ക് ഉസ്താദ് കാണിച്ചു തന്ന ആ ഒരു ഭാഗം, അതെ, ആ വാതിലിന് പിറകിലായിട്ട് ഒരു തിരശ്ശീലയുണ്ട്, ഒരു കർട്ടൻ. ശരിക്കും നിസ്കരിക്കുകയാണെങ്കിൽ ഒരു 3-4 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിസ്കരിക്കാം സ്ത്രീകൾക്ക്. പക്ഷേ അതിലൊരു കട്ടിലിട്ടിട്ടുണ്ട്. ആ റൂമാണ് എനിക്ക് വേണ്ടി തന്നിട്ടുള്ളത്. എന്നാൽ അവിടുത്തെ ഉസ്താദിൻ്റെ റൂമിൻ്റെ രൂപം ഇങ്ങനെയായിരുന്നു. പള്ളിയുടെ പിന്നിലായിട്ട് ചെറിയൊരു മുറി, അതാണ് ഉസ്താദിൻ്റെ താമസ സ്ഥലം. നിലത്തി വിരിച്ച ഒരു പായയും അതിന് മുകളിൽ ഒരു മെത്തയും ഒരേ ഒരു തലയണയും. തൊട്ടരികിലായിട്ട് ഒരു ചെറിയ മരത്തിൻ്റെ മേശ, അതിനു മുകളിൽ ഖുർആന്, തഫ്സീർ ഗ്രന്ഥങ്ങൾ, കുറിപ്പ് പുസ്തകങ്ങൾ, പഴയ ഒരു ഗ്ലാസ്, സ്റ്റീലിൻ്റെ ഗ്ലാസ്, വെള്ളക്കുപ്പി. ചുമരിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു കൊക്കയാണ്, അതിൽ 2-3 കുർത്തകൾ. അതിൽ ഒരു വെള്ളത്തൊപ്പിയും തസ്ബീഹ് മാലയും തൂക്കിയിട്ടിരുന്നു. ഒരു ചെറിയ ബൾബാണ് അവിടെ ഉള്ളത്. ചിലപ്പോൾ വൈദ്യുതി പോയാൽ ഉപയോഗിക്കാൻ റീചാർജ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. എന്നാൽ അടുക്കളയുടെ സൗകര്യം നോക്കുകയാണെങ്കിൽ ആ പള്ളിയുടെ ഒരു ഭാഗത്തായിട്ട് മുറിയുടെ കോണിൽ ചെറിയൊരു ഗ്യാസ് സ്റ്റൗവ്, ഒരു പാത്രം വെക്കാൻ പറ്റും. അത് ഒരു ചായപാത്രം. അതിൽ പാചകം ചെയ്യാറില്ലെന്ന് തോന്നുന്നു. പള്ളിയിലേക്കുള്ള ആളുകൾ എപ്പോഴും ഭക്ഷണം കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ അതിൽ ഇടയ്ക്ക് ചുടുവെള്ളം ഉണ്ടാക്കാറുണ്ട് എന്ന് തോന്നുന്നു. അത് മാത്രം. പുറത്തേക്ക് തുറക്കാൻ പറ്റുന്ന ചെറിയ ജനലായിരുന്നു അതിനുണ്ടായിരുന്നത്. അതിലൂടെ പള്ളിയുടെ മിനാരം കാണാം. പുലർച്ചെ ഫജർ മുമ്പ് ഉണരുമ്പോൾ അതിലൂടെ കാറ്റ് വീശും. ആ മുറിയിൽ ആഡംബരങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു സമാധാനമുണ്ട്. അവൾ ഓർത്തു, രാത്രിയിൽ ഖുർആൻ പാരായണം കഴിഞ്ഞ് ഉസ്താദ് ആ പായലിരുന്ന് തസ്ബീഹ് ചൊല്ലും. ചിലപ്പോൾ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ ഓർക്കും, ചിലപ്പോൾ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയെല്ലാം ദുആ ചെയ്യും. ആ ചെറിയ പള്ളി വലിയ കെട്ടിടമല്ല, എന്നാൽ അവിടെ പ്രവേശിക്കുന്ന ഓരോ ഹൃദയവും ഭാരം കുറച്ച് പുറത്തേക്ക് പോകുന്ന സ്ഥലമാണ്. തനിക്ക് ഈ ഒരു സൗകര്യം ഏറ്റവും മികച്ചതാണെന്ന് അവൾ തോന്നി. അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അല്ലാ, അൽഹംദുലില്ലാ, പഠിച്ചോനെ റഹ്മാനെ, ഞാൻ ചെയ്യുന്നതൊക്കെ വളരെ മോശമാണ്, എനിക്കറിയാം. ഉസ്താദിൻ്റെ കരുണ കൊണ്ട് എനിക്കിവിടെ റൂം കിട്ടിയിരിക്കുകയാണ്. അതെ, ഈ ഉസ്താദിൻ്റെ ഈ പള്ളിക്ക് അടുത്തുള്ള ഈ റൂം, ഈ ഒരു കൊച്ചുമുറി, റബ്ബേ, ഇത് ഏറ്റവും, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കിടങ്ങുന്നിറങ്ങുന്ന പോലെയല്ലല്ലോ, വളരെയധികം സേഫ്റ്റിയുള്ള റൂമാണ്. ശരിക്കും അപ്പുറത്തെ റൂമിലാണ് ഉസ്താദ് താമസിക്കുന്നത്. ഒരിക്കൽ പോലും തന്നെ അദ്ദേഹം നേരിട്ട്
വന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആവശ്യപ്പെടണം എന്ന് മാത്രം ആ കർട്ടൻ്റെ ബാക്കിൽ വന്ന് അദ്ദേഹം പറയുകയായിരുന്നു. ആ പകൽ മുഴുവനായിട്ട് അവളതാ അതിനുള്ളിലിരിക്കുന്നു. അത് ഉളൂഹ് ചെയ്തു വന്ന് നമസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ് അവൾ ആ നിസ്കാരപ്പായിൽ ഇരിക്കുന്ന സമയം സൗദ ഒരു വിളി കേട്ടു. ആ, മുസ്ഹഫ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, എടുത്തോളൂ എന്ന് പറഞ്ഞു. അത് ഉസ്താദിൻ്റെ ശബ്ദം. അതെ, അവൾ ആ ഖുർആൻ എടുത്ത് അവിടെ ഇരുന്ന് പാരായണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന് വല്ലാത്തൊരു സമാധാനമുണ്ടായിരുന്നു. അതെ, അവൾ ആ നിമിഷവും പ്രാർത്ഥിച്ച്, റബ്ബേ എൻ്റെ കുഞ്ഞ്, അല്ലാ എൻ്റെ കുഞ്ഞ് ഈ ലോകത്തുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ കഴിയുന്നില്ലല്ലാ. എവിടെയാണെങ്കിലും നിൻ്റെ സംരക്ഷണം എൻ്റെ കുഞ്ഞിന് വേണമല്ലാ. എൻ്റെ കുഞ്ഞിന് ആരുമില്ലല്ലാ. സൗദ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എന്നാൽ സൗദയുടെ മനസ്സിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. അതെ, ഈ പള്ളിയിൽ ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഈ പള്ളിയുടെ ബാക്കിലായുള്ള ഈ റൂമിൽ ഞാൻ ഇരിക്കുന്നത് അതൊരു പക്ഷേ ഉസ്താദിനതൊരു മോശം ആവുമോ, അതൊരു ചീത്തപ്പേരാകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പാവം ഉസ്താദ്. അതെ, എത്രയൊക്കെ തന്നെ എനിക്ക് സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നു ഞാൻ. കാരണം ഒരാളെ മനസ്സ് വേദനിക്കാൻ പാടില്ല, വിഷമിക്കാൻ പാടില്ല. ഉസ്താദിനൊരു ബുദ്ധിമുട്ടും ആകാത്ത രീതിയിൽ റബ്ബേ ഇവിടുന്ന് രക്ഷപ്പെടണം. അല്ല എങ്കിൽ അവൾ ആ മുറിയിലേക്ക് നോക്കി. അത് നല്ല അത്തറിൻ്റെ മണമുണ്ടായിരുന്നു. ആ റൂമിന് ഉസ്താദ് കിടക്കുന്ന റൂമായിരിക്കും എനിക്ക് വേണ്ടി ഒഴിച്ചിട്ട് തന്നിട്ടുള്ളത്. പാവം ആ മനുഷ്യനെ പഠിച്ചവനായിട്ടാണ് എനിക്ക് ഇറക്കി തന്നത്. അത് തനിക്ക് ഒരു ഉപദ്രവം ഏൽക്കരുത് എന്ന് കരുതിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തത്. അല്ലാഹുവേ റഹ്മാനെ, എന്നെ സംരക്ഷിക്കുന്നവർക്ക് നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യ റഹ്മാനെ. ഉപ്പ നിങ്ങൾ എവിടെയാണ് ഉപ്പ? എവിടെയാണെങ്കിലും ഒരാൾക്കും ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ ഉപ്പയെ എനിക്കൊന്ന് കാണണമായിരുന്നു ഉപ്പ. അതെ, ഞാനിപ്പോൾ ഒറ്റക്കാണുപ്പ. എനിക്ക് ആരുമില്ല. എല്ലാം ഞാനായിട്ട് ഉപേക്ഷിച്ച് പോന്നുപ്പ. ഇപ്പോൾ എനിക്ക് ആരുമില്ലാത്ത അവസ്ഥയാണുപ്പ. സ്വന്തം ബന്ധങ്ങൾ വരെ, സ്വന്തം ചോര വരെ അത് ചതിക്കുന്ന അവസ്ഥയാണുപ്പ. സത്യം പറഞ്ഞാൽ സൗദിയുടെ അനിയത്തി ഹസീന പറഞ്ഞു കൂട്ടിയ കാര്യങ്ങളൊന്നും സൗദിയുടെ മനസ്സിൽ നിന്നും മായുന്നുണ്ടായിരുന്നില്ല. അതെ, എന്തിനാണ് ഇവിടെ അങ്ങ് നിൽക്കണത്? പോയിക്കൂടെ നിങ്ങൾക്ക് എവിടേക്കെങ്കിലും? എൻ്റെ കല്യാണത്തിന് വരെ ഇതൊരു മുടക്കായിരിക്കും. അവൾ പറഞ്ഞ ആ കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ നവാസ് ഖാൻ്റെ പൈസ കൊണ്ടല്ലേ അതെല്ലാം ഉണ്ടാക്കിയത്. ആ ഒരു ചിന്ത പോലും അവർക്കില്ല. ഒന്നും വേണ്ട, എനിക്ക് വീട് ഒന്നും വേണ്ട, എന്നാലും എൻ്റെ കുഞ്ഞിനെ തന്നോണ്ടായിരുന്നോ? അതാണ് എനിക്ക് വല്ലാത്ത സങ്കടമായത്. റബ്ബെ, ഒന്നും വേണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കുഞ്ഞിനെ അതെങ്ങനെ ജീവിക്കും റബ്ബെ? അതെ, അവൾ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ആ ഒരു പാതിമയക്കത്തിൽ ഒരു നോട്ടം കണ്ടതാണ്. പിന്നെ ഒന്നും കണ്ടിട്ടില്ല. തൻ്റെ കുഞ്ഞ് ആണാണെന്നോ പെണ്ണാണെന്നോ എന്താണെന്നോ ഒന്നും അവളോടാരും പറഞ്ഞിട്ടുമില്ല. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒന്ന് മാറോട് ചേർക്കാൻ വല്ലാത്ത കൊതി തോന്നുന്നുണ്ട് അവൾക്ക്. അവൾ ആ കൊച്ചു പള്ളിയിലിരുന്ന് കരഞ്ഞു. അത് അവൾക്ക് എന്തൊക്കെ തന്നെയാലും സമാധാനമുണ്ട്. ആരും എന്നെ ഉപദ്രവിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഇതിനകത്തേക്ക് ആരും കയറി വരില്ല എന്നുള്ള രീതിയിൽ. ആ ദിവസം നിസ്കാരവും ഖുർആൻ പാരായണവുമായി അവൾ അതിനുള്ളിൽ കഴിച്ചുകൂട്ടി. എന്നാൽ വൈകുന്നേരത്തോടെ അതാ ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നു. ഒരു സ്ത്രീയുടെയും പിന്നെ കുറച്ച് ആളുകളുടെയൊക്കെ ശബ്ദം അവിടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ ആ റൂമിനുള്ളിലാണ്. പഠിച്ചവനെ, ഉസ്താദ് എനിക്ക് ഈ റൂം തന്നത് റഹ്മാനെ, ആരെങ്കിലും കണ്ടാൽ തെറ്റിദ്ധരിക്കോ എന്നുള്ള ഭയവും അവളിലുണ്ടായിരുന്നു. അല്ലാ, ഒരിക്കൽ പോലും ഞാൻ എൻ്റെ നവാസ്കെ ചതിച്ചിട്ടില്ല റബ്ബേ. അതെ, അദ്ദേഹത്തിനുള്ള ഈ ഒരു ശരീരം ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അങ്ങനെ തന്നെ ഞാൻ ഒരിക്കൽ പോലും ഒരാളോടും എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ, എൻ്റെ ഇക്കാക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലൊന്നും ഞാൻ പറഞ്ഞിട്ടും ചെയ്തിട്ടൊന്നുമില്ല അല്ലാ. ഇപ്പോഴും നവാസ്കയുടെ ഭാര്യ മാത്രമാണ് ഞാൻ. അദ്ദേഹം എന്നെ ഒഴിവാക്കി കഴിഞ്ഞാലും എന്തൊക്കെ തന്നെയാലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി തന്നെ തുടരും. മരിക്കുവോളം എനിക്ക് അതുതന്നെയാണ് ഇഷ്ടം, അല്ലാതെ വേറൊന്നുമല്ല നവാസ്ക. ശരിയാണ്, എൻ്റെ കയ്യബദ്ധം കൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. പക്ഷേ നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കൂല നവാസ്ക, മറക്കൂല. അവൾ ആ പള്ളിക്കുള്ളിൽ നിന്ന് തേങ്ങി. എന്നാൽ ആളുകളുടെ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് അല്പം ഭയം തോന്നി. വലിയ ചെമ്പിൻ്റെയും ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ ശബ്ദവും ശരിക്കും
തമിഴ് കലർന്ന ഒരു ശബ്ദമുള്ള സ്ത്രീയായിരുന്നു അത്. അവിടെ അതാ അപ്പുറത്തായിട്ട് എന്തൊക്കെയോ ഫുഡ് ഉണ്ടാക്കുന്ന ഒച്ചപ്പാടാണെന്ന് തോന്നുന്നു. അപ്പോഴാണ് അത് അവൾ ഓർത്തത്, അത് പള്ളിക്കഞ്ഞി ഉണ്ടാക്കാൻ വന്നതായിരിക്കും. അവിടെ വലിയൊരു ചെമ്പിൽ ഒരുപാടുണ്ടാക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ക്യൂ നിന്നതും കണ്ടതാണ് ഇന്നലെ വന്നപ്പോൾ. കാരണം നോമ്പെടുക്കുന്നവരും എടുക്കാത്തവരുമായിട്ട്, അതായത് അമുസ്ലിങ്ങളും മുസ്ലിങ്ങളും എല്ലാം ഇടകലർന്നുകൊണ്ട് പള്ളിക്കഞ്ഞി വാങ്ങുവാൻ വേണ്ടി എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ചെമ്പായിരുന്നു അവിടെ വെച്ചിരുന്നത്. ഒരു നിമിഷം അവൾ ഓർത്തു, പടച്ചോനെ, ആ ഇത്താത്തയോടെങ്ങാനും ഉസ്താദ് എൻ്റെ കഥ പറയുമോ? പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പടച്ചോനെ, ഇനിയിപ്പോൾ എന്നെ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉസ്താദ് പറയാതിരിക്കോ? എനിക്കറിയില്ല. എനിക്കിതിനുള്ളിൽ ഇരുന്നിട്ട് പുറത്തെ ശബ്ദങ്ങളെ കേട്ടിട്ട് എനിക്കൊരു ഭയം തോന്നുകയാണ്. ആരെങ്കിലും ഇങ്ങോട്ട് കടന്നു വന്നാൽ എന്നെ എങ്ങാനും കണ്ടാൽ ഉസ്താദിനെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ള ഭയം. കാരണം ഇത്രയും നല്ലൊരു പള്ളിയിൽ ഉസ്താദായി നിന്നിട്ടും വീട്ടിൽ പള്ളിക്കകത്ത് ഒരു പെണ്ണിനെ താമസിപ്പിച്ചിരിക്കുകയാണല്ലേ ഉസ്താദ് എന്നെങ്ങാനും പറഞ്ഞ് അദ്ദേഹത്തെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുമോ എന്നുള്ളൊരു ഭയം അവൾക്കുണ്ടായിരുന്നു. അല്ലാ റബ്ബേ, എനിക്ക് ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് എന്നെ സ്നേഹിച്ചതാണ് ഉസ്താദ്. അതെ, തനിക്ക് കരുതൽ നൽകിയതാണ് ഉസ്താദ് ഒരു പെങ്ങളുടെ സ്ഥാനത്ത്. റബ്ബേ, അല്ലാ കരുണയുള്ളവരാണ് കേട്ടോ, നീ തളർത്തല്ലേ അല്ലാ. പടച്ചോനെ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അതൊരു അപവാദ പ്രചരണത്തിനും കാരണമാകുമോ എന്നും അവൾ ഭയന്നു. കാരണം ഉസ്താദിൻ്റെ പള്ളിയിൽ ഒരു പെണ്ണ് താമസിക്കുക എന്നൊക്കെ പറയുമ്പോൾ പലരും പല രീതിയിൽ, അതും ഈ റമദാൻ മാസത്തിൽ. അവൾക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ പേടി തോന്നി. എല്ലാം പടച്ച റബ്ബിലേക്ക് അവൾ അതാ അർപ്പിക്കുന്നു. ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇൻഷാ അല്ലാ നമുക്ക് കണ്ടുപിടിക്കാട്ടോ എന്നുള്ളത്. ഒരുപക്ഷെ നോമ്പിൻ്റെ തിരക്കും കാര്യങ്ങളായതുകൊണ്ടായിരിക്കുമോ? ഇനിയൊരു പക്ഷേ നോമ്പിന് ഇവിടെ തന്നെ കഴിയേണ്ടി വരുമോ എന്നും അവൾ ഭയന്നു. റബ്ബേ, അല്ലാ എൻ്റെ ഉപ്പയെ ഒന്ന് കണ്ണിൽ കാണിച്ചു കൊണ്ടല്ലാ. അവൾ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. അപ്പോഴേക്കും ആളുകളുടെ ശബ്ദങ്ങൾ കൂടി വന്നു. അതെ, അവിടെ പള്ളിക്കഞ്ഞി ഉണ്ടാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ആളുകളുടെ ശബ്ദം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നോമ്പുതുറയും കഞ്ഞിയുമായിട്ടായിരിക്കും എല്ലാവരും മടങ്ങുക. ഇപ്പോൾ തന്നെ ആളുകൾ എത്തി വരി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാത്രങ്ങളുടെ ശബ്ദമെല്ലാം കേൾക്കുന്നു. സൗദ അതെല്ലാം കേട്ടുകൊണ്ട് അകത്തിരിക്കുകയാണ്. സൗദയെ രക്ഷിക്കാൻ ഉസ്താദിന് കഴിയുമോ? ഉസ്താദ് അവളുടെ ഉപ്പയെ കണ്ടുപിടിച്ചു കൊടുക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.